ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വലിയ ഒരു തോൽവിയാണ് ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിന് ഇന്നലെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് വാസ്കോഡ ഗാമ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നെയ്മർ ജൂനിയറും ഫിലിപ്പെ കൂട്ടിഞ്ഞോയും മുഖാമുഖം വരുന്ന ഒരു മത്സരം എന്ന നിലയിലായിരുന്നു ഈ മത്സരം ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ ഫിലിപ്പെ കൂട്ടിഞ്ഞോ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇരട്ട ഗോളുകൾ നേടാൻ കൂട്ടിഞ്ഞോക്ക് കഴിഞ്ഞു. അദ്ദേഹം തന്നെയാണ് ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത്. മത്സരശേഷം ഹൃദയം തകർന്നുകൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിക്കളം വിട്ടത്. കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കളിക്കളം വിട്ടത്. ഇതേക്കുറിച്ച് കൂട്ടിഞ്ഞോയോട് ചോദിക്കപ്പെട്ടിരുന്നു. ഇത് നോർമലായ കാര്യമാണ്. തോൽവിയിൽ നെയ്മർ ജൂനിയർ അത്രയധികം വേദന അനുഭവിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് കൂട്ടിഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ വളരെയധികം അപ്സെറ്റ് ആയിരുന്നു, അസ്വസ്ഥനായിരുന്നു. പക്ഷെ അത് നോർമലായ കാര്യമാണ്. ഞങ്ങൾ ഒരു മത്സരം വിജയിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അവിടെ നിരാശയും സങ്കടവും അസ്വസ്ഥതയും ഉണ്ടാകും. അതാണ് ഇന്ന് നെയ്മർക്ക് സംഭവിച്ചത്. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ടൂർണമെന്റ് വളരെ നീളമേറിയതാണ്. നെയ്മർക്ക് മുന്നിൽ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇതാണ് ഫിലിപ്പെ കൂട്ടിഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. നെയ്മറുടെ ആ ഒരു നിരാശയിൽ നിന്നാണ് ആ കരച്ചിൽ വന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നെയ്മർ ജൂനിയർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇനിയും ഒരുപാട് മത്സരങ്ങളുണ്ട്. തിരിച്ചു വരാനുള്ള സമയം ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഫിലിപ്പെ കൂട്ടിഞ്ഞോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ സാന്റോസ് എന്ന ടീം മോശമാണ്. നെയ്മറുടെ സഹതാരങ്ങൾ ആ ഒരു ലെവലിൽ ഉള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചുവരവ് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ദുഷ്കരമായ ഒന്നായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമുമായി വീണ്ടും കാണാം.